ഒരു കാര്യം കൂടി എനിക്ക് ഫൈനലായിട്ട് പറയാനുണ്ട്. എനിവേ 5 മിനിറ്റ്സ് കൊണ്ട് തീർത്തരാം. 5 മിനിറ്റ്സ് വേണ്ട, 2 മിനിറ്റ്സ് കൊണ്ട് തീർത്തരാം. ഞാൻ OC ആയതുകൊണ്ട് തന്നെയാണ് ഒരു കാര്യം പറയണത് തന്നെ കുട്ടിക്കോ. അഥവാ ഞാൻ ഗ്യാപ്പ് എടുത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രെസ്സായിരുന്നു എനിക്കൊരു കപ്പിൾ RP ചെയ്തതിൻ്റെ പേരിൽ. മനസ്സിലായോ? ഇന്നെ ഭയങ്കര ജഡ്ജിങ്ങും ഇൻസ്റ്റഗ്രാമിൽ, അതേമാതിരി ഡിസ്കോഡിൽ, വാട്സപ്പ് മറ്റേ ഗ്രൂപ്പുകൾ കൂടിയുള്ള ചർച്ച, എനിക്ക് മൊത്തത്തിൽ ഭയങ്കര ഒരു സത്യം പറഞ്ഞാൽ മൈൻഡ് ഫക്കായിട്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാപ്പ് എടുത്ത് പോയത്. ഒരു കപ്പിൾ RP കൊണ്ട് മനുഷ്യന് ജീവിച്ചാൻ കഴിയാത്ത അവസ്ഥയായി. മനസ്സിലായോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താ വെച്ചാൽ കപ്പിൾ RP ചെയ്യേണ്ട ഒരു സംഭവം മാക്സിമം ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്തു, നല്ല രീതിയിൽ കൊണ്ടുപോയി. ആ RP നിർത്തണം എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിർത്താൻ എന്നെ വിടണം. മനസ്സിലായോ? അല്ലാതെ സ്ട്രെസ്സ് തരരുത്. അഥവാ ഭയങ്കര കമൻറ്റ് ലൈവ് കഴിഞ്ഞാണ്ടുള്ള കമൻറ്റിലുണ്ടല്ലോ നിങ്ങൾ കൊണ്ടുവന്നിടുന്നത് ജഡ്ജ്മെൻറ്റാണ്, നമ്മളെ ഭയങ്കര രീതിയിൽ ജഡ്ജ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓപ്പണായിട്ടൊരു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അഥവാ ഈ ഭയങ്കര രീതിക്ക് ഇത് ഈ റിലേഷൻ അല്ല ഈ സിറ്റിയിലെ കപ്പിൾ RP തലക്ക് പിടിച്ച ആൾക്കാരോട് ഞാൻ മെയിനായിട്ട് പറഞ്ഞുതരാം. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓപ്പണായിട്ട് പറയണത്, ഇത് നിങ്ങൾ എൻ്റെ സൈഡും കൂടി നിന്നുകൊണ്ട് തിങ്ക് ചെയ്താണ്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഡിസ്റ്റൻസൊക്കെ വെറുതെ നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യണില്ല. RP എന്നൊക്കെ പറഞ്ഞാണ്ട് ഇനി കുറേ വരും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫ് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരുന്നിടത്തോളം കാലം എനിക്ക് RP അല്ല. മനസ്സിലായോ? അഥവാ ഞാൻ ഈ ഭൂമി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഞാൻ സിറ്റിയിൽ കപ്പിൾ RP എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ എനിക്ക് പേഴ്സണലി എനിക്കൊരു വൈഫുണ്ട്. ഈ റീസൺസൊക്കെ നിങ്ങൾക്ക് അറിയണതാണ്. ഇത് മുമ്പ് ഒരു വട്ടം ലൈവിൽ വന്നതാണ്. അപ്പം ഇവക്ക് അന്നൊന്നും വലിയ ഇഷ്യൂസ് ഇല്ലായിരുന്നു. പോകെ ഈ കപ്പിൾ RP കണ്ട് അഥവാ ഇപ്പം എനിക്ക് തന്നെ നിങ്ങൾക്ക് അറിയാം, ലൈവ് കഴിയുമ്പോഴത്തേന് ഒരു 3 മണി 4 മണിയാവും. തിരിച്ച് ഞാൻ ഉറങ്ങി എണീക്കുമ്പോഴത്തേന് വൈകുന്നേരം ഒരു 3 മണി 4 മണിയാവും. പിന്നെ ഈ ലൈവിൻ്റെ പ്രിപ്പറേഷൻസ് എനിക്ക് പ്രോപ്പർലി എൻ്റെ വൈഫിനോട് തന്നെ കോൺടാക്ട് ചെയ്യാം. ഇതിങ്ങനെയാണ് ഈ ഒരു സ്ട്രീമിംഗ് കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. മനസ്സിലായോ? അപ്പം ഇതിൽ നമുക്ക് നമ്മളെ വൈഫിനോട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസും വരാതാവുക, ഇവർക്ക് ഈ രാത്രി ഡെയിലി ഇങ്ങനെ ഈ പറയുന്ന വേറെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ടൈം കൊടുക്കാന്നൊക്കെ കാണുമ്പോൾ ഒബ്വിയസ്ലി ഓർക്കത് എഫക്റ്റ് ചെയ്യും. അപ്പം പോകെ ഈ പറയുന്ന പോലെ വൈഫിന് ഇതേപോലെ എക്സാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതേപോലെ ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല, ഭയങ്കര മൊത്തത്തിൽ ശോകം. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 5 കൊല്ലം പ്രേമിച്ചുകൊണ്ട് നിക്കാഹ് ചെയ്ത ഒരാളാണ്. മനസ്സിലായോ? അപ്പം എനിക്ക് എൻ്റെ വൈഫിനെക്കാളിൽ ഇമ്പോർട്ടൻ്റ് അല്ല ഈ പറയുന്ന ആരും. അപ്പം എൻ്റെ പേഴ്സണൽ ലൈഫിക്ക് ഇതൊക്കെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ തന്നെ ഒരു ഗ്യാപ്പ് എടുക്കുക എന്ന് പറഞ്ഞു തുടങ്ങിയത്. മനസ്സിലായി കരുതിയത്. അതിൻ്റെ ഇടയിൽ കൂടി ഭൂമി ഇതേമാതിരി ഓളായിട്ടൊരു ബ്രേക്കപ്പ് ഇങ്ങോട്ട് പറഞ്ഞു. ഈ കേസ് ഭൂമിക്ക് പറയണതാണ്. അതോടുകൂടി വിട്ടു. നമുക്ക് എന്നാ വേണ്ട ഇനി എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ കപ്പിൾ RP ഉണ്ടാവാം വാട്ടവർ. ഈ പറയുന്ന ചാറ്റ് അത് കണ്ടുകാണ്ട് എന്നെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ചാറ്റിൻ്റെ ഡിസ്റ്റൻസിനനുസരിച്ച് എനിക്ക് കളിക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് വെറുതെ ജഡ്ജ് ചെയ്യേണ്ട പേരിൽ ചിലപ്പോൾ ഞാൻ ആ കപ്പിൾ RP കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊള്ളുന്നില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊക്കെ പേഴ്സണൽ ലൈഫിക്ക് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു അഫെക്ഷൻ വന്നതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് വരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുക്കാൻ തുടങ്ങിയത്. കാരണം എനിക്ക് എൻ്റെ വൈഫിനെക്കാട്ടിലും വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല ഈ പറയുന്ന സ്ട്രീമിംഗ് ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന RP ആണെന്നുണ്ടെങ്കിലും കപ്പിൾ RP ഒന്നും. അപ്പം അത് അതിൻ്റേതായ രീതിക്ക് എൻ്റെ സൈഡ് നിന്നുകാണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മാത്രം മനസ്സിലാക്കിയാൽ മതി. അത് കരുതിയിട്ട് ഇനി കപ്പിൾ RP ഉണ്ടാവില്ല എന്നൊന്നും അല്ല. അത് നിങ്ങൾ വിചാരിക്കണ പോലെ ഒരു ഓവർ വലിയൊരു രീതിക്കൊന്നും ഉണ്ടാവില്ല. അത് എൻ്റെ ചോയ്സാണ്. ചിലപ്പോൾ ഞാൻ എടുക്കാതെക്കാം. അത് ഇപ്പം ഭൂമി ഈ പറയുന്ന പോലെ ഇങ്ങോട്ട് ബ്രേക്കപ്പ് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ തന്നെ ആ ഒരു സ്റ്റേജിൽ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനൊരു കണ്ടിന്യൂഷനോ ചിലപ്പോൾ ഒരു ബ്രേക്കപ്പോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ വെറുതെ ഇവിടെ ടെമ്പർ ആവണ്ടേ, പാനിക് ആവണ്ടേ, അല്ലെങ്കിൽ അതിന് ടോക്സിക് ആവേണ്ട ആവശ്യമൊന്നും ചാറ്റിനില്ല.